90+ മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. നമസ്കാരം. ലണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനിടെ പാത്രം കൊട്ടി പ്രതിഷേധിച്ച് കർഷകർ. സിംഗു അതിർത്തിയിൽ വൻ പ്രതിഷേധം. കാർഷിക നിയമത്തെയും പ്രക്ഷോഭത്തെയും പരാമർശിക്കാതെ പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ത്യാഗങ്ങളെ ദുരുപയോഗം ചെയ്യരുതെന്ന് നരേന്ദ്രമോദി. ഹരിയാനയിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ്. പാലക്കാട് തേങ്കുറിശ്ശി ദുരഭിമാനക്കൊലയിൽ ആയുധങ്ങൾ കണ്ടെടുത്തു. പ്രഭുകുമാറിനെയും സുരേഷിനെയും വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. അനീഷിന്റെ കുടുംബത്തിന് പണം നൽകി ഹരിതയെ തിരികെ എത്തിക്കാൻ ശ്രമം നടന്നതിന് തെളിവ് പുറത്ത്. മുത്തശ്ശൻ കുമരേശൻ പിള്ള ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് അനീഷിന്റെ അച്ഛൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജപ്തിക്കിടെ വീട്ടുകാരുടെ ആത്മഹത്യാശ്രമം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ നെല്ലിമൂട് കോളനിയിലെ രാജനും ഭാര്യയും ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. തീ പടർന്നത് പോലീസ് ലൈറ്റർ തട്ടിമാറ്റുന്നതിനിടെ. തിരുവനന്തപുരം കാരക്കോണം സ്വദേശി ശാഖാകുമാരിയുടെ മരണം ഷോക്കേറ്റ് തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഭർത്താവ് അരുൺ ശ്വാസം മുട്ടിച്ച് ശാഖാകുമാരിയെ ആദ്യം ബോധം കെടുത്തി. ഇതിനുശേഷം ഷോക്കേൽപ്പിച്ചു. ഫോറൻസിക് പരിശോധനയിൽ ബെഡ്റൂമിലും ബെഡ്ഷീറ്റിലും രക്തത്തിന്റെ പാടുകൾ കണ്ടെത്തി. അരുവിക്കരയിൽ വൃദ്ധമാതാവിനെ കൊലപ്പെടുത്തിയ മകൻ പിടിയിൽ. മദ്യലഹരിയിൽ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് മകൻ ഷിബു. നന്ദിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മാസം 24-ന്. AICC സംഘത്തിന് മുന്നിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെ വിമർശനവുമായി നേതാക്കൾ. ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കണമെന്ന് PC ചാക്കോ. 7 DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് TN പ്രതാപൻ MP. സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകോപനമില്ലായ്മ പരാജയത്തിന് കാരണമായെന്ന് VD സതീശൻ MLA. തിരുവനന്തപുരത്തും തൃശൂരും കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് വീണ്ടും പോസ്റ്ററുകൾ. രാഹുൽ ഗാന്ധിയെ ദേശീയ അധ്യക്ഷനാക്കണമെന്നും K സുധാകരനെ KPCC പ്രസിഡന്റാക്കണമെന്നും ആവശ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ അഭിപ്രായ സർവേസ് നടത്താൻ കോൺഗ്രസ്. കോഴിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ ക്ഷണിച്ചില്ല. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് സമസ്ത രംഗത്ത്. തീവ്ര നിലപാടുള്ള മതരാഷ്ട്രവാദികളെ മാറ്റി നിർത്തണമെന്ന് ഉമ്മർ ഫൈസി മുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയാൽ എതിർക്കുമെന്നും സമസ്ത. പുതുവർഷാഘോഷത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ കൂടുതൽ ലഹരി പാർട്ടികൾ ആസൂത്രണം ചെയ്തെന്ന് എക്സൈസ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പാർട്ടികൾക്ക് പിന്നിൽ വൻ സംഘങ്ങൾ. പീരുമേട്, ഉടുമ്പൻചോല, മൂന്നാർ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ പ്രതിയായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥക്കെതിരെയും അന്വേഷണം. EDയുടെ അന്വേഷണം റസി ഉണ്ണി എന്ന ഉദ്യോഗസ്ഥക്കെതിരെ. അറസ്റ്റിലാകുന്നതിന് മുൻപ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ M ശിവശങ്കർ റസി ഉണ്ണിയുമായി പങ്കുവച്ചതിന് തെളിവ്. ഏലൂർ ഐശ്വര്യ ജ്വല്ലറിയിലെ മോഷണ കേസ് പ്രതിയെ കൊച്ചിയിലെത്തിച്ചു. ബംഗ്ലാദേശ് പൗരനായ ഷെയ്ഖ് ബബ്ലുവിനെയാണ് കൊച്ചിയിലെത്തിച്ചത്. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് പിടികൂടിയത്. പിടിയിലാകാനുള്ള 4 പ്രതികൾ ബംഗ്ലാദേശിലേക്ക് കടന്നതായി പോലീസ്. എറണാകുളം തൃക്കാക്കരയിൽ കോവിഡ് ബാധിതൻ സ്വകാര്യ ആശുപത്രിയിൽ തൂങ്ങി മരിച്ചു. തൃക്കാക്കര സ്വദേശി ലൂയിസ് തോമസ് ആണ് മരിച്ചത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത സിനിമയുടെ പ്രദർശനാനുമതി തടഞ്ഞ സെൻസർ ബോർഡ്. ചിത്രം റിവൈസിംഗ് കമ്മിറ്റിക്ക് അയച്ചു. നടപടി പാർവതി തിരുവോത്തിന്റെ വർത്തമാനമെന്ന സിനിമയ്ക്കെതിരെ. നടപടി ചിത്രം ദേശവിരുദ്ധവും മതസൗഹാർദ്ദം തകർക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി. ചെയർമാൻ തീരുമാനമെടുക്കും വരെ ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിയില്ല. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ 6 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിൽ. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 18,732 പോസിറ്റീവ് കേസുകളും 279 മരണവും. നിലവിൽ ചികിത്സയിലുള്ളത് 2,78,690 പേർ. ദേശീയ വാർത്തകൾ. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വിമർശിച്ച് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൂടി രംഗത്ത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് വിമർശനം. ഇന്ത്യയിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ 3ാമതും കോവിഡ് സെറോ സർവേക്കൊരുങ്ങി ICMR. ജനുവരി അവസാനം വരെ സർവേ നീണ്ടുനിൽക്കും. 3ാം ഘട്ട സെറോ സർവേക്ക് വിധേയമാക്കുക 29,000 പേരെ. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ശിവസേന. രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷത്തെ നയിക്കാൻ കഴിയുന്നില്ലെന്ന് വിമർശനം. ശരത് പവാറിനെ UP അധ്യക്ഷനാക്കണമെന്നും ആവശ്യം. വിമർശനം മുഖപത്രമായ സാമ്നയിൽ.
കർഷക പ്രക്ഷോഭം തുടരുന്നതിനിടെ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്തു. അഡ്വക്കേറ്റ് അമർജിത് സിംഗ് ആണ് ആത്മഹത്യ ചെയ്തത്. പ്രധാനമന്ത്രി ഏകാധിപതി എന്ന് ആത്മഹത്യാ കുറിപ്പ്. കർഷക പ്രക്ഷോഭം ആരംഭിച്ച ശേഷമുള്ള മൂന്നാമത്തെ ആത്മഹത്യയാണ് ഇത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വെബിനാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങി BJP. ലക്ഷ്യം പദ്ധതിക്കായി ജനപിന്തുണ വർദ്ധിപ്പിക്കുക. 25 വെബിനാറുകൾ സംഘടിപ്പിക്കും. ഡൽഹിയിൽ തണുപ്പ് കൂടുന്നു. സഫ്ദർജംഗ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞ താപനില 6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. നാളെയും മറ്റന്നാളും തണുപ്പ് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബ്രിട്ടനിൽ നിന്ന് ഉത്തർപ്രദേശിലെത്തി 8 പേർക്ക് കോവിഡ്. രോഗം ബാധിച്ച ഒരാളെ കാണാതായെന്ന് റിപ്പോർട്ട്. 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് 609 പേരിൽ നടത്തിയ പരിശോധന. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്കായി പ്രഖ്യാപിച്ച തുക അപര്യാപ്തമെന്ന് കർഷകർ. ഓരോ കർഷകനും എന്ത് ലഭിക്കുമെന്ന് കാത്തിരുന്ന് കാണണമെന്നും വിളകൾ നശിക്കുന്നതിലൂടെ വരുന്ന നഷ്ടം എങ്ങനെ നികത്തുമെന്നും കർഷകർ. ജാർഖണ്ഡിലെ ഗുംലയിൽ 5 മാവോയിസ്റ്റുകൾ അറസ്റ്റിൽ. വെടിയുണ്ടകളും ആയുധങ്ങളും പിടിച്ചെടുത്തു. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ്. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിൽ നാളെ കോവിഡ് വാക്സിനേഷന്റെ ഡ്രൈ റൺ. ശീതീകരണ സംവിധാനം അടക്കമുള്ളവയുടെ പരിശോധനയും നടക്കും. 2021 രോഗസൗഖ്യത്തിന് മുൻഗണനയെന്ന് പ്രധാനമന്ത്രി. അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്തെ ക്രമസമാധാന സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. പൗരത്വ നിയമ ഭേദഗതിയെ പരാമർശിച്ച അമിത്ഷാ അസമിലെത്തിയത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി. ഹൈദരാബാദിൽ ചികിത്സയിൽ കഴിയുന്ന തമിഴ് നടൻ രജനീകാന്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇന്ന് ആശുപത്രി വിട്ടേക്കും. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനത്തെ തുടർന്ന് രജനീകാന്തിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച. മുംബൈ ചർക്കോ മേഖലയിൽ ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ 2 മരണം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. തീപിടുത്തമുണ്ടായത് ഇന്നലെ രാത്രി. ഡൽഹിയിൽ സമരം നടക്കുന്ന ബുരാരി മൈതാനത്ത് സവാള കൃഷിയുമായി കർഷകർ. 1 മാസമായി വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചതെന്ന് കർഷകർ. ദൈനംദിന പാചകത്തിന് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും കർഷകർ. ഉത്തർപ്രദേശിൽ വാഹനങ്ങളിൽ ജാതി സ്റ്റിക്കർ പതിപ്പിക്കുന്നവർക്കെതിരെ നടപടി കർശനമാക്കി ഗതാഗത വകുപ്പ്. ജാതി സ്റ്റിക്കറുകൾ പതിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുകേഷ് ചന്ദ്ര. കർണാടകയിൽ ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് 5 മരണം. 6 പേർക്ക് പരിക്കേറ്റു. അപകടം ചിത്രദുർഗ ജില്ലയിലെ BJ ഹള്ളിയിൽ. നൃത്തചരിത്രകാരനും നിരൂപകനുമായ സുനിൽ കോത്താരി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. നൃത്തരൂപങ്ങൾ സംബന്ധിച്ച് 20-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കർണാടകയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2707 ഗ്രാമപഞ്ചായത്തുകളിലാണ് പോളിംഗ് നടക്കുന്നത്. ഫലപ്രഖ്യാപനം ബുധനാഴ്ച. ഇൻസ്റ്റന്റ് ഫിനാൻസിംഗ് നടത്തുന്ന 158 മൊബൈൽ ആപ്പുകൾ നിരോധിക്കണമെന്ന് ഗൂഗിളിനോട് ആവശ്യപ്പെട്ട് തെലങ്കാന പോലീസ്. നടപടി ആപ്പുകൾക്ക് പിന്നിലുള്ള കമ്പനികൾ അനധികൃതമെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ED അന്വേഷണം തുടങ്ങി. ബ്രിട്ടനിൽ നിന്നെത്തുന്നവർക്ക് നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ വേണമെന്ന് ഗോവ MLA റോഹൻ ഖുണ്ടെ. ഗോവയിലെത്തിയ 900 പേരിൽ പരിശോധന നടത്തിയതായി സർക്കാർ. കോവിഡ് സ്ഥിരീകരിച്ചത് 11 പേർക്ക്. കേന്ദ്ര കാർഷിക നിയമത്തിൽ പ്രതിഷേധിച്ച് ഗുജറാത്ത് ബറൂച്ചിലെ 3 BJP പ്രവർത്തകർ പാർട്ടിയിൽ ചേർന്നതായി കോൺഗ്രസ്. വെളിപ്പെടുത്തൽ നടത്തിയത് ബറൂച്ച് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരുൺ സിംഗ് റാണെ. പാർട്ടിയിൽ ചേർന്നത് കരേല, ഭർത്താന, ഉബാലി ഗ്രാമങ്ങളിൽ നിന്നുള്ളവരെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്ത് ഇന്ന് ഉച്ചവരെ ആദായ നികുതി റിട്ടേൺസ് ഫയൽ ചെയ്തത് 1,46,000-ലധികം പേർ. 1 മണിക്കൂറിനിടെ സമർപ്പിച്ചത് 55,000-ലധികം അപേക്ഷകളെന്ന് അധികൃതർ. 2019-20 വർഷത്തെ റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 31. മുംബൈയിൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ച 30 വയസ്സുകാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കേസിൽ 6 പേർ അറസ്റ്റിൽ. സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം തുടരുന്നു. അരുണാചൽ പ്രദേശിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.5 രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്തർദേശീയ വാർത്ത. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 8,7,20,000 പിന്നിട്ടു. മരണസംഖ്യ 17,64,000 കടന്നു. 5,69,11,000-ലധികം പേർക്ക് രോഗമുക്തി. ബ്രിട്ടനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ജനുവരി പകുതി വരെ വിലക്ക് നീട്ടിയതായി ഫിലിപ്പൈൻസ്. നിലവിൽ ഈ മാസം 31 വരെയായിരുന്നു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. നടപടി ഫിലിപ്പൈൻസ് പ്രസിഡന്റ് റോഡിഗ്രോ ഡുട്ടേർട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ.
പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഫുട്ബോൾ മൈതാനത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 മരണം, 8 പേർക്ക് പരിക്ക്. സ്ഫോടനമുണ്ടായത് കളി കഴിഞ്ഞ് കളിക്കാരും കാണികളും മൈതാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ. അമേരിക്കൻ എഴുത്തുകാരൻ ബാരി ലോപ്പസ് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് കാനഡയിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് ഡർഹമിലെ ദമ്പതികളിൽ. പ്രദേശവാസികളിൽ വീടുകളിൽ തന്നെ കഴിയണമെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറുടെ മുന്നറിയിപ്പ്. പുതുവത്സരാഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സിഡ്നി. നടപടി ന്യൂ സൗത്ത് വെയിൽസിൽ ശനിയാഴ്ച 9 കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം. കോവിഡ് അവസാനത്തെ മഹാമാരിയായിരിക്കില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദോനം. കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വന്യജീവി സംരക്ഷണത്തിനും പരിഗണന നൽകിയില്ലെങ്കിൽ പുരോഗതിക്കായി നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഫലം കാണാതെ പോകുമെന്നും മുന്നറിയിപ്പ്. ഇറാനിലെ അൽബോഴ്സ് പർവ്വതത്തിലുണ്ടായ ഹിമപാതത്തിൽ 10 പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടു. 7 പേരെ കാണാതായി. 14 പേരെ രക്ഷപ്പെടുത്തിയെന്ന് അധികൃതർ. ഫൈസർ ബയോടെക്കിന്റെ ആദ്യഘട്ട വാക്സിനുകൾ അയർലൻഡിലെത്തി. ഡോസുകൾ പൂർണ്ണമായും ശീതീകരണ സ്റ്റോറുകളിലേക്ക് മാറ്റിയെന്ന് ആരോഗ്യമന്ത്രി സ്റ്റീഫൻ ടോണലി. വാക്സിൻ വിതരണം ബുധനാഴ്ച മുതൽ. ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കി ഇറാൻ. അമേരിക്കയിൽ നിന്നും ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭീഷണി ഭയന്നാണ് വ്യോമ പ്രതിരോധം ശക്തമാക്കിയതെന്ന് ഇറാൻ. പാകിസ്ഥാന് 50 സായുധ ഡ്രോണുകൾ കൈമാറാൻ ഒരുങ്ങി ചൈന. വിംഗ്ലൂങ് 2 ഡ്രോണുകളാണ് കൈമാറുക. കശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലയിൽ ഇന്ത്യൻ സൈനിക നീക്കം പ്രതിരോധിക്കാൻ ഡ്രോണുകൾ പാകിസ്ഥാനെ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഇറ്റലിയിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ ഇന്ന് മുതൽ വിതരണം ചെയ്യും. റോമിലെ സ്പലൻസാനി ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സ്, ഒരു വനിതാ നഴ്സ്, ഒരു ആരോഗ്യ പ്രവർത്തകൻ, ഒരു ഗവേഷകൻ എന്നിവർ ആദ്യം വാക്സിൻ സ്വീകരിക്കും. വാക്സിൻ വിതരണം സൈന്യത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ. ജർമ്മനിയിൽ ആദ്യ ഫൈസർ ബയോടെക് കോവിഡ് വാക്സിൻ സ്വീകരിച്ച് 101 വയസ്സുകാരി. വാക്സിൻ സ്വീകരിച്ചത് കെയർ ഹോമിലെ അന്തേവാസിയായ ഈഡിസ് കൊയ്സല്ല. കെയർ ഹോമിലെ 40 പേരും 11 ജീവനക്കാരും പിന്നാലെ വാക്സിൻ സ്വീകരിച്ചു. ഇറ്റലിയിലെ പോംബയിൽ 2000 വർഷം പഴക്കമുള്ള ഭക്ഷ്യശാല കണ്ടെത്തി. ലാറ്റിൻ ഫോർ ഹോട്ട് ഡ്രിങ്ക്സ് കൗണ്ടർ എന്നറിയപ്പെടുന്ന ഭക്ഷ്യശാലയാണ് കണ്ടെത്തിയത്. വെങ്കലം കൊണ്ടുള്ള പാത്രം, സെറാമിക് ജാറുകൾ, വൈൻ ഫ്ലാസ്കുകൾ എന്നിവയും കണ്ടെത്തി. ക്രിസ്മസ് ദിനത്തിൽ അമേരിക്കയിലെ നാഷ്വില്ലയിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ചാവേറാണെന്ന് റിപ്പോർട്ട്. സ്ഥലത്തുനിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധന നടത്തും. സ്ഫോടനത്തിൽ പരിക്കേറ്റത് 3 പേർക്ക്. ദുബായിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഒത്തുചേരലുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. കുടുംബ പരിപാടികളിലും സാമൂഹിക ഒത്തുചേരലുകളിലും 30 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്നതിനാണ് വിലക്ക്. നിയമം ലംഘിച്ചാൽ 1.5 ലക്ഷം ദിർഹം വരെ പിഴയായി ഈടാക്കും. സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി വരുമാനം 40% കുറഞ്ഞതായി ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി. കോവിഡ് പശ്ചാത്തലത്തിൽ എണ്ണ ഉപഭോഗം കുറഞ്ഞതാണ് വരുമാനത്തിൽ ഇടിവുണ്ടാകാൻ കാരണം. ദുബായിൽ പരമ്പരാഗത കടത്ത് തോണി നീറ്റിലിറക്കി. ഒരു സമയം 20 പേർക്ക് യാത്ര ചെയ്യാം. പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സർവീസ് എന്ന് അധികൃതർ. കോവിഡ് കാലത്ത് പഴം പച്ചക്കറി ഉൽപാദനത്തിൽ UAE വൻ വളർച്ച കൈവരിച്ചെന്ന് റിപ്പോർട്ട്. അല്ലെങ്കിൽ ദുബായ്, വടക്കൻ എമിറേറ്റുകൾ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ഉൽപാദനം. ഇറക്കുമതി കുറയ്ക്കാനുള്ള പദ്ധതികൾ ഊർജിതം. എന്റർടൈൻമെന്റ്. കർണന്റെ ചിത്രീകരണം അടുത്ത വർഷം പകുതിയോടെയെന്ന സംവിധായകൻ RS വിമൽ. കേരള ചലച്ചിത്ര അക്കാദമി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ സംഘടിപ്പിച്ച ലിറ്റററി ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു RS വിമൽ. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ലക്ഷ്യം വെക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റാണെന്നും സംവിധായകൻ. 6ാമത് ഷിംല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഇന്ത്യൻ സിനിമ. റിയാസ് റാസും പ്രവീൺ കേളിക്കോടും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രമാണിത്. ഫസ്റ്റ് ക്ലാസ് സിനിമ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിച്ചായിരുന്നു നിർമ്മാണം. സ്പോർട്സ്. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FCയെ നേരിടും. ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് സീസണിലെ ആദ്യ ജയം തേടി. മത്സരം രാത്രി 7:30 ഗോവ GMC സ്റ്റേഡിയത്തിൽ. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 82 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ്. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യക്കായി തിളങ്ങിയത് സെഞ്ചുറി നേടിയ നായകൻ അജിങ്ക്യ രഹാനെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു മത്സരത്തിൽ എവർട്ടണ് ജയം. ഷെഫീൽഡ് യുണൈറ്റഡിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്. 80ാം മിനിറ്റിൽ എവർട്ടന് വേണ്ടി ഗോൾ നേടിയത് ഗിൽഫി സിഗുഡ്സൺ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ലിവർപൂൾ ടോട്ടനം ടീമുകൾ കളത്തിൽ. ലിവർപൂൾ വെസ്റ്റ് ബ്രോമിനെ നേരിടും. ടോട്ടനത്തിന്റെ എതിരാളി വോൾവ്സ് FC.
കവയിത്രി സുഗതകുമാരിയുടെ ചിതാഭസ്മം വർക്കല പാവനാശത്ത് നിമഞ്ജനം ചെയ്തു. സഹോദരി മകൾ ലക്ഷ്മി ദേവി, മകൻ പത്മനാഭൻ, ചെറുമകൻ വിഷ്ണു, സഹോദരിയുടെ മകൾ ശ്രീദേവി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം കല്ലമ്പലത്ത് ക്വാറിയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. നെടുമ്പറമ്പ് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. അപകടം കൂട്ടുകാരുമൊത്ത് കുളിക്കുന്നതിനിടെ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടറുടെ ഓൺലൈൻ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. ജനുവരി 6-നാണ് അദാലത്ത്. അപേക്ഷകൾ ഈ മാസം 31 വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സ്വീകരിക്കും. തിരുവനന്തപുരം വേളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ സൗരോർജ്ജ തീവണ്ടി ഓടിത്തുടങ്ങി. തകരാറുണ്ടായതിനെ തുടർന്ന് ഓട്ടം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത് ബംഗളൂരുവിലെ നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരെത്തിയാണ്. കൊല്ലം ഓച്ചിറയിൽ അതിഥി തൊഴിലാളി തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ബംഗാൾ സ്വദേശി തപസ് സിംഗ്. മൃതദേഹം കോവിഡ് പരിശോധനയ്ക്കായി കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം ചാത്തന്നൂർ പഞ്ചായത്ത് വക മാർക്കറ്റിൽ മോഷണം പതിവാകുന്നു. കച്ചവടത്തിനായി എത്തിയ മത്സ്യങ്ങൾ പൂട്ടുപൊളിച്ച് മോഷ്ടിച്ചു. മാർക്കറ്റിൽ CCTV സ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ. പത്തനംതിട്ട കുളത്തുമണ്ണിൽ കൃഷി നശിപ്പിച്ച് കാട്ടാന. 100-ലധികം വാഴകൾ നശിപ്പിച്ചു. സോളാർ വേലി ഉൾപ്പെടെ സ്ഥാപിക്കാമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയെങ്കിലും നടപടി എടുത്തില്ലെന്ന് പരാതി. ഇടുക്കി ചെറുതോണിയിൽ നടക്കുന്ന തുടർ സത്യാഗ്രഹത്തിന് 3-ാം ദിവസം ഉദ്ഘാടനം ചെയ്ത് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം നടക്കുന്നത്. ഇടുക്കിയിൽ വ്യാജമദ്യ ലോബിയുടെ ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് ഗുരുതര പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റത് ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ സിവിൽ എക്സൈസ് ഓഫീസർ TS സുനിലിന്. ആക്രമണം വണ്ണപ്പുറം ബ്ലാത്തിക്കവലയ്ക്ക് സമീപത്ത് വെച്ച്. മൂന്നാറിൽ വീണ്ടും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. മൂന്നാർ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ചിലാണ് മോഷണം നടന്നത്. ദേവാലയത്തിനുള്ളിലും മുറികളിലുമായി സൂക്ഷിച്ചിരുന്ന 15,000-ഓളം രൂപ മോഷണം പോയി. ആന്റണി ആശാൻപറമ്പിൽ മരട് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് രശ്മി സനിൽ വൈസ് ചെയർപേഴ്സണാകും. തീരുമാനം മരട് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന പാർലമെന്ററി യോഗത്തിൽ. എറണാകുളം പെരുമ്പാവൂരിലെ കോവിഡ് കെയർ സെന്ററിൽ നിന്ന് നിരവധി കേസുകളിൽ പ്രതികളായ യുവാക്കൾ ചാടിപ്പോയി. ആലപ്പുഴ, കണ്ണൂർ സ്വദേശികളായ മിഷേൽ വിനീത് എന്നിവരാണ് രക്ഷപ്പെട്ടത്. പ്രതികൾ രക്ഷപ്പെടുന്നത് 2ാം തവണ. തൃശൂരിൽ വിമത കൌൺസിലർ MK വർഗീസ് മേയറാകും. MK വർഗീസുമായി CPIM ധാരണയിലെത്തി. ആദ്യ 2 വർഷം മേയർ പദവി വേണമെന്ന ആവശ്യം അംഗീകരിച്ചതായി സൂചന. പ്രഖ്യാപനം വൈകിട്ട് 5 മണിക്ക്. തൃശൂരിൽ അപകടത്തിൽപ്പെട്ട് ചാലക്കുടി പുഴയിലേക്ക് മറിഞ്ഞ ടാങ്കർ ലോറി പുറത്തെടുത്തില്ല. നിയന്ത്രണം വിട്ട് ലോറി പുഴയിലേക്ക് മറിഞ്ഞത് ഡിസംബർ 3-ന്. പാലത്തിനടിയിൽ ഒഴുക്കിന് കാലതടസ്സമുണ്ടാക്കി കിടക്കുന്ന ലോറി മാറ്റണമെന്ന് പ്രദേശവാസികൾ. പാലക്കാട് വാളയാറിനടുത്ത് 525 ലിറ്റർ സ്പിരിറ്റുമായി ആഡംബര കാർ ഉപേക്ഷിച്ച നിലയിൽ. സ്പിരിറ്റ് കണ്ടെടുത്തത് കസബ പോലീസ് നടത്തിയ രാത്രികാല വാഹന പരിശോധനയിൽ. പാലക്കാട് തൃത്താല കുമ്പടിയിൽ കഞ്ചാവും ലഹരി ഗുളികകളുമായി യുവാവ് പിടിയിൽ. മലപ്പുറം തിരൂർ സ്വദേശി രഞ്ജിത്ത് അറസ്റ്റിലായി. 410 ഗ്രാം കഞ്ചാവും 1.25 ഗ്രാം ലഹരി ഗുളികകളും പിടികൂടി. കരിപ്പൂർ വിമാനത്താവളത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും അപകടത്തിൽപ്പെട്ടവരെയും സഹായിക്കാനായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഹെൽപ്പ് ഡെസ്ക് തുറക്കും. നാളെ മുതൽ കോഴിക്കോട്ടെ വെള്ളയിലറോത്ത് ബിൽഡിംഗിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിലാണ് പ്രവർത്തനം. അപകട നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങൾക്കും ബന്ധപ്പെടാം. മലപ്പുറത്ത് വെള്ളം കിട്ടാതെ പ്രതിസന്ധിയിലായ 450 ഏക്കറിലെ നെൽകൃഷിക്ക് കനാൽ വെള്ളം എത്തിച്ചു. 2 ദിവസമായി വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. കട്ടുപ്പാറ ജലസേചന പദ്ധതിയെ ആശ്രയിച്ചാണ് ഈ ഭാഗങ്ങളിലെ നെൽകൃഷി. മലപ്പുറത്ത് പുതിയ ഡിജിറ്റൽ ലൈബ്രറിയുടെ പ്രീ ലോഞ്ചിംഗ് നടന്നു. ലൈബ്രറി സ്ഥാപിക്കുന്നത് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിൽ. പദ്ധതിയുടെ രൂപരേഖ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കൈമാറി. മലപ്പുറം ചോക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് കെട്ടിടമൊരുക്കി. ഉദരംപോയിൽ സാംസ്കാരിക വേദി. നാട്ടുകാരിൽ നിന്ന് 10 ലക്ഷം രൂപ സമാഹരിച്ച് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം വാങ്ങി നൽകി. നിലവിൽ വാടക കെട്ടിടത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് വീടിന് സമീപം നിർത്തിയിട്ട ബൈക്കിന് തീയിട്ടു. അയനിക്കാട് സ്വദേശിയുടെ ബൈക്കാണ് കത്തിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. ജനുവരി 1-ന് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് കോഴിക്കോട് കുറ്റ്യാടി മണ്ഡലത്തിൽ കർമ്മ പദ്ധതി തയ്യാറാക്കി. പാറക്കൽ അബ്ദുള്ള MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. കോഴിക്കോട് പയ്യോളി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കടയിൽ മോഷണം. 4000 രൂപയുടെ സിഗരറ്റ് മോഷണം പോയതായി ഉടമ. മോഷണം നടത്തിയത് ബൈക്കിലെത്തിയ 2-അംഗ സംഘമെന്ന് പോലീസ്. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ 44.5 കിലോ കഞ്ചാവ് പിടികൂടി. കുന്നമംഗലം സ്വദേശി നിസാം പിടിയിൽ. പരിശോധന നടത്തിയത് ജില്ലാ നർക്കോട്ടിക്സ് വിഭാഗവും മെഡിക്കൽ കോളേജ് പോലീസും സംയുക്തമായി.
വയനാട്ടിൽ ഇല്ലത്തുമൂല വട്ടക്കൊല്ലി കോളനി പരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് വനംവകുപ്പ്. കാട്ടുപോത്തിനെ വന്യജീവി ആക്രമിച്ചതിനെ തുടർന്നാണ് നടപടി. മേഖലയിൽ കടുവയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ വയനാട് ആദിവാസി മേഖലകളിലെ സ്ത്രീകൾക്ക് ഇലക്ട്രിക് തയ്യൽ മെഷീനുകൾ കൈമാറി. പരിപാടി ഉദ്ഘാടനം ചെയ്ത് എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും ഐമാൻ നാഷണൽ പ്രസിഡന്റുമായ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ കുടിയാൻമറയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. നടുവിൽ സ്വദേശി ആക്കാട്ട് ജോസാണ് പിടിയിലായത്. അറസ്റ്റ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി. കണ്ണൂരിൽ കേസന്വേഷണത്തിനിടെ ASIയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തലശ്ശേരി പെട്ടിപ്പാലം കോളനിയിൽ വെച്ച് ആക്രമണമുണ്ടായത്. ന്യൂമാഹി പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI രൂപേഷിന് നേരെ പ്രതി ഹുസൈനെ പിടികൂടി. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. തീരുമാനം കോൺഗ്രസ് കൌൺസിലർമാരുടെ യോഗത്തിൽ. 20 അംഗങ്ങളിൽ 11 പേർ ടി.ഒ. മോഹനെ പിന്തുണച്ചു. കാസർഗോഡ് തേജസ്വിനി പുഴയിലെ പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാകുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ തുറന്നുകൊടുക്കും. നിർമ്മാണം 60 കോടി രൂപ ചെലവിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഓഫീസിലെ ജീവനക്കാരോടൊപ്പം ഇരിക്കുന്നതായി വ്യാജ പ്രചാരണം. പ്യൂണടക്കമുള്ള ജീവനക്കാരുടെ കൂടെ പ്രധാനമന്ത്രി ഇരിക്കുന്നതായാണ് പ്രചാരണം. ഗുജറാത്ത് BJP ഓഫീസിലെ അംഗങ്ങളുടെ ചിത്രമാണ് തെറ്റായി പ്രചരിക്കുന്നത്. 2014 ചിത്രങ്ങളാണ് ഇത്. ബ്രിട്ടനിൽ നിന്ന് മുംബൈയിലെത്തിയ യാത്രക്കാരിൽ കൊറോണ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയതായി വ്യാജ പ്രചാരണം. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക്. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ ജനിതക വ്യതിയാനം സംഭവിച്ച വകഭേദം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് വ്യാജ പ്രചാരണം. ബ്രിട്ടനിൽ നിന്ന് മുംബൈയിലെത്തിയ 15 യാത്രക്കാരിൽ കൊറോണ വൈറസിന്റെ വകഭേദം കണ്ടെത്തിയെന്നായിരുന്നു വാർത്ത. ഡിസംബർ 22-ന് ബിസിനസ് ലൈൻ പത്രമാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഇത് വ്യാപകമായി പ്രചരിക്കുകയും ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുകയും ചെയ്തു. ഇതോടെ വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് വിശദീകരിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രംഗത്തെത്തി. രാജ്യത്ത് കൊറോണ വൈറസിന്റെ വകഭേദം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ICMR, DBT, PSIR തുടങ്ങിയ സ്ഥാപനങ്ങൾ കൊറോണ വൈറസിന്റെ ജനിതക വ്യതിയാനം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1700 പേർ ബ്രിട്ടനിൽ നിന്ന് മുംബൈയിലെത്തി. UK-യിൽ നിന്നെത്തിയ 26 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ പുതിയ വൈറസ് വകഭേദം സ്ഥിരീകരിച്ചിട്ടില്ല. കൊറോണ വകഭേദം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായാൽ കേന്ദ്ര സർക്കാർ അത് ഔദ്യോഗികമായി അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ കിട്ടിയത് തെറ്റായ പ്രചാരണത്തെ തുടർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK ജയിച്ചതെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആളുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പളനിസ്വാമി. UPA അധികാരത്തിലിരുന്നപ്പോൾ ഹിമാചൽ പ്രദേശിന് ലഭിച്ചത് 22,000 കോടി രൂപ മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. BJP സർക്കാർ 3 ഇരട്ടിയിലധികം തുക നൽകി. മുഖ്യമന്ത്രി ജയറാം താക്കൂറിന്റെ സർക്കാർ പൂർണ്ണ വിജയമാണെന്നും രാജ്നാഥ് സിംഗ്. ജമ്മുകശ്മീരിൽ 4 ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർ പിടിയിൽ. അറസ്റ്റിലായവരിൽ ഒരാൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. പ്രതികളെ പിടികൂടിയത് ബഡ്ഗാമിൽ നിന്ന്. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ കോവിഷീൽഡ് 95% ഫലപ്രദമെന്ന അവകാശവാദവുമായി അസ്ട്രാസെനെക്ക CEO പാസ്കൽ സോറിയോഡ്. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മരുന്ന് ഫലപ്രദമെന്ന അവകാശവാദം. പ്രതികരണം ബ്രിട്ടീഷ് മാധ്യമമായ ദ സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ. രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കമുള്ള രേഖകളുടെ കാലാവധി നീട്ടി കേന്ദ്ര ഗതാഗത മന്ത്രാലയം. അവസാന തീയതി 2021 മാർച്ച് 31. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി.